അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഖുർആനുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ സംസാരിച്ചത്. ഖുർആനെക്കുറിച്ച് തന്നെയാണ് ഈ എപ്പിസോഡിലും പറയുന്നത്. അതായത് നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം അത് ഏതൊക്കെ രൂപത്തിലായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യം. അതിൽ ഇപ്പോൾ സാധാരണയായിട്ട് ഖുർആനായിട്ടുള്ള നമ്മളുടെ ബന്ധത്തിൽ ചില ഘട്ടങ്ങളുണ്ട്, ചില പദവികളുണ്ട്. അതിൽ ഏറ്റവും മിനിമം നമുക്ക് ഖുർആനായിട്ടുള്ള കണക്ഷന് എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ ഖിറാഅത്തുൽ ഖുർആൻ എന്ന് നമ്മൾ പറയുന്നൊരു കാര്യം. ഖുർആൻ ഓതുക, അതെന്താണ്? ഖുർആനായിട്ടുള്ള നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രാഥമികമായ ഒരു ബന്ധമാണ്. കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് കലാമുള്ളയാണ് അല്ലേ? അള്ളാഹുവിൻ്റെ സംസാരം. അള്ളാഹ് സംസാരിക്കുകയാണ് ഖുർആനിലൂടെ, നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ അള്ളാൻ്റെ കലാമ് നമ്മളിങ്ങനെ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അത് ഖുർആനോടുള്ള ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഒരു കടപ്പാടാണ്. അങ്ങനെ പാരായണം ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. അത് നമുക്കതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലായില്ലെങ്കിൽ പോലും എന്തുണ്ട്? ഖുർആൻ ഓതിയാൽ തന്നെ കൂലി കിട്ടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അലിഫ് ലാം മീം എന്ന് നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് 3 പ്രതിഫലം ഉണ്ടെന്നാണ്. കാരണം ഓരോ ഹർഫിനും ഓരോ പ്രതിഫലം ഉണ്ടെന്നാണ്. അപ്പോൾ ഇതാണ് ഖിറാഅത്ത്. അപ്പോൾ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ബന്ധമാണ്. പക്ഷേ അത് ഖുർആനായിട്ടുള്ള എന്താണ്? ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ബന്ധമാണ്. ഖുർആനോട് ആ ബന്ധം മാത്രം മതിയോ? പോരാ. അതിൻ്റെ അപ്പുറത്തേക്ക് ചില ബന്ധങ്ങളുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? ഹിഫ്ളാണ്. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആൻ എന്തുണ്ടാവുക? നമ്മളുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ഖിറാഅത്തിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഖിറാഅത്ത് ഇപ്പോൾ ഓതാൻ അറിയുന്നവരും അറിയാത്തവരും ഓതണം. ഇപ്പോൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അല്ലദീ യഖ്റഉൽ ഖുർആൻ വഹുവ മാഹിറും ബിഹി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. നല്ല ഖിറാഅത്തുള്ള ആളുകളുണ്ട് അല്ലേ? നല്ലപോലെ ഖുർആനൊക്കെ ഓതാൻ അറിയുന്ന ആളുകൾ. അവർ ഖുർആൻ ഓതിയാൽ അവർക്ക് മലക്കുകളുടെ സ്ഥാനമാണ് അവർക്കുള്ളത് എന്നാണ്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ഓതാൻ കഴിയുമോ? ഇല്ല. എന്നാൽ പിന്നെ അങ്ങനെയുള്ള ഓതാൻ കഴിയാത്തവർ ഓതാതിരിക്കുക വേണ്ട? അല്ല. അതിനെക്കുറിച്ച് റസൂൽ പറയുന്നത് എന്താണ്? അല്ലദീ യഖ്റഉൽ ഖുർആൻ വഹുവ യതതഅതു ഫീഹി വഹുവ അലൈഹി ഷാക്കുൻ ലഹു അജ്റാൻ. ഒരാളിങ്ങനെ ഖുർആൻ ഓതുക, തപ്പിത്തടഞ്ഞിട്ടൊക്കെയാണ് ഓതുന്നത്, അല്ലാണ്ട് കിട്ടുന്നൊന്നുമില്ല, ഒരു ഫ്ലുവൻസി ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഓതിയ ആൾക്ക് 2 കൂലി ഉണ്ട് എന്നാണ്. ഒന്ന് ഖുർആൻ ഓതിയ കൂലിയും മറ്റൊന്ന് പ്രയാസം സഹിച്ചിട്ടാണല്ലോ ഓതിയത്, ആ പ്രയാസം സഹിച്ചതിൻ്റെ കൂലി ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓതണം. അപ്പോൾ ഓതലൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുക എന്നാൽ എന്താണ്? പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. രണ്ടാമത്തത് അങ്ങനെ നമ്മൾ ഖുർആൻ ഓതാൻ എന്ന് തുടങ്ങിയിരിക്കണ്? മദ്രസയിൽ പഠിക്കുമ്പോൾ തുടങ്ങിയാണ് അല്ലേ നമുക്ക് ഖുർആൻ ഓതൽ. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണ്? ഹിഫ്ള്. നമുക്ക് ഹിഫ്ളാക്കണം, പരമാവധി ഹിഫ്ള് ഉണ്ടാവണം. കാരണം നമ്മളുടെ മനസ്സിൽ പലതും നമ്മൾ പഠിച്ചു വെക്കാറുണ്ടല്ലോ. ഇപ്പോൾ പാട്ടൊക്കെ അറിയുന്നവരുണ്ടാവും അല്ലേ? എത്ര പാട്ട് നമ്മൾ മനപ്പാടാക്കാറുണ്ട്. ബൈ ഹാർട്ടാക്കിയിട്ട് ഒരുപാട് പാട്ടുകൾ, ഇറങ്ങുന്ന പല പാട്ടുകളും നമ്മളിങ്ങനെ പാടാറുണ്ട്. കാരണം നമ്മളുടെ അതൊക്കെ ബൈ ഹാർട്ടായിട്ടുണ്ടാവും. ഖുർആൻ നമുക്കതുപോലെ ബൈ ഹാർട്ടാവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖുർആനിൽ നിന്നൊന്നും മനസ്സിലില്ലാത്ത ആളുകൾ കൽബൈത്തിൽ ഹരിബ് എന്നാണ്. അതായത് ഇങ്ങനെ തകർന്ന് വീഴാൻ പോകുന്ന ഒരു വീട് പോലെ എന്നാണ്. കാണുമ്പോൾ ഒരു വീടൊക്കെ ഉണ്ടാവും, പക്ഷേ അതെപ്പോഴും പൊളിഞ്ഞു വീഴാൻ പോകുന്ന അതേപോലെയാണ് ഖുർആൻ. എന്തുണ്ടാവണം? നമ്മളുടെ ഉള്ളിലുണ്ടാവണം എന്നാണ്. അടുത്ത ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതെന്താണ്? അത് തിലാവത്താണ്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തിലാവത്തും ഖിറാഅത്തും തമ്മിലുള്ള വ്യത്യാസം. തിലാവത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പിന്തുടരുക എന്നാണ്, ഫോളോ ചെയ്യുക എന്നാണ്. അത് ഫോളോ ചെയ്യുക പറഞ്ഞാൽ എന്താ? ഫോളോ ചെയ്യുക പറഞ്ഞാൽ നമുക്ക് ഖുർആനെ ഫോളോ ചെയ്യുക പറഞ്ഞാൽ ഖുർആൻ നമ്മൾ ഓതുന്നത് എന്താണെന്ന് അറിയാം. അപ്പോൾ അറിയണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ അർത്ഥം അറിയണം, അതിൻ്റെ ആശയം അറിയണം. അപ്പോൾ അർത്ഥവും ആശയവും അറിഞ്ഞ് ഓതുന്നതിനാണ് എന്ത് പറയുക? തിലാവത്ത് എന്ന് പറയുക. അത് അറിയുമ്പോഴാണ് നമുക്ക് ഖുർആനായിട്ടുള്ള ഒരു ഹൃദയബന്ധം ഉണ്ടാവുക. നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തുണ്ട്, വ ഇദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന എന്ന് പറയുന്നുണ്ട്. അതായത് ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ഈമാൻ കൂടും. അവിടെ തിലാവത്ത് എന്നാണ് ഉപയോഗിച്ചത്. തിലാവത്ത് പറഞ്ഞാൽ ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിലെന്താ പറയുന്നത് നമുക്കിങ്ങനെ മനസ്സിലാവുമ്പോൾ നമ്മളുടെ ഈമാൻ കൂടും. അള്ളാഹിനെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്,
പരലോകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ നമ്മളുടെ ഈമാൻ ഇങ്ങനെ കൂടും. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ എന്താ അറിയണം? അതിൻ്റെ ആശയം അറിയണം. അപ്പോൾ നമ്മൾ ഖിറാഅത്ത് തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ അതിൽ നിന്ന് എവിടെ എത്തണം? തിലാവത്ത് എന്നുള്ളൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറണം. അപ്പോഴാണ് ഖുർആനോടുള്ളൊരു ബന്ധം നമ്മളിങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുക. കാരണം അള്ളയാണല്ലോ നമ്മളോട് സംസാരിക്കുന്നത്. ആരാണ് പടച്ചോന്? നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് കാഴ്ച നൽകിയ, നമുക്ക് കേൾവി നൽകിയ, നമ്മളെ മനുഷ്യനാക്കി സൃഷ്ടിച്ച, നമുക്ക് ബുദ്ധി നൽകിയ, നമുക്ക് വിശക്കുമ്പോൾ ആഹാരം നൽകുന്ന, നമുക്ക് അസുഖം വരുമ്പോൾ നമുക്ക് ശിഫ നൽകുന്ന നമ്മളുടെ പടച്ചോൻ നമ്മളോട് സംസാരിക്കുകയാണ് ഖുർആനിലൂടെ. അപ്പോൾ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ എന്തെങ്കിലും നമ്മളോട് പറയുമ്പോൾ, നമുക്കൊരു എഴുത്തെഴുതി, ഒരു കത്ത് തന്നു, ഒരു മെസ്സേജ് അയച്ചു, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ. ആ മെസ്സേജ് വായിക്കാൻ, അതിലുള്ളത് എന്താണെന്ന് അറിയാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ? ഇതേപോലെ നമ്മൾ ആലോചിച്ച് നോക്കാം. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട പടച്ചോൻ നമുക്ക് തന്നൊരു മെസ്സേജാണ് എന്ത്? ഖുർആന്. ആ മെസ്സേജിൽ എന്താ ഉള്ളത്, അതിൻ്റെ കണ്ടൻറ് എന്താണ് എന്നറിയാൻ നമുക്ക് ഒരാഗ്രഹം ഉണ്ടാവണമല്ലോ. ആ ആഗ്രഹമാണ് നമ്മളെ തിലാവത്തിലേക്ക് എത്തിക്കേണ്ടത്. അതിൻ്റെ ആശയം പഠിക്കണം. അതിനൊരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ചുറ്റിലുണ്ടല്ലേ. നമുക്കിപ്പോൾ അത് പഠിപ്പിച്ചു തരാൻ ആളുകളുണ്ടാകും, അതിൻ്റെ സംവിധാനങ്ങളുണ്ടാവും, ഖുർആൻ സ്റ്റഡികളുണ്ടാവും. അതുപോലെ അതൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ അതിൽ ലഭ്യമാണ്. എല്ലാ ഭാഷയിലും ഉണ്ട്. നമ്മൾ ഏത് ഭാഷയിലാണോ നമുക്ക് ഖുർആൻ പഠിക്കേണ്ടത്, ആ ഭാഷയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും, അതിൻ്റെ അപ്ലിക്കേഷൻസ് അടക്കം പലതും ഉണ്ട്. അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്, അർത്ഥമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? അതിന് കൊടുക്കാനൊരു സമയം വേണം. എല്ലാ ദിവസവും നമ്മൾ ഒരു കുറച്ച് സമയമെങ്കിലും ഖുർആൻ്റെ ആശയം പഠിക്കാൻ, അർത്ഥം മനസ്സിലാക്കാൻ കൊടുത്തു വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ, കുറച്ച് വർഷം കഴിയുമ്പോൾ ഖുർആൻ ഓതുമ്പോഴും കേൾക്കുമ്പോഴും അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്ന ഒരു രൂപത്തിലെത്തും. അപ്പോൾ തിലാവത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ പലരാളുകളും ഖിറാഅത്തിൻ്റെ ഒരു സ്റ്റെപ്പിലേക്കാണ് ഉണ്ടാവുക. നമ്മളുടെ സ്കൂളിലും നമ്മളുടെ പഠനത്തിലൊക്കെ വേറെ കുറേ സ്റ്റെപ്പ് നമ്മൾ കയറിയിട്ടുണ്ടാവും. 4-ാം ക്ലാസ്സിൽ നിന്ന് 5-ാം ക്ലാസ്സും 5ഉം 6 കഴിഞ്ഞ് 7 കഴിഞ്ഞ് 8 കഴിഞ്ഞ് LP UP ഹൈസ്കൂള് +2 ഇങ്ങനെ കയറി പോകുന്നുണ്ടാവും. ഖുർആൻ്റെ സ്റ്റെപ്പ് ഇപ്പോഴും നമ്മൾ മദ്രസയിൽ നമ്മൾ പഠിച്ച ഖിറാഅത്തിലായിരിക്കും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കയറിപ്പോകുന്നു, അതിൻ്റെ ഒപ്പം ഖുർആൻ്റെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകണം. അപ്പോൾ ഖിറാഅത്ത് നിന്ന് ഹിഫ്ള് നിന്ന് തിലാവത്ത്, അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. അതിന് തഫക്കുർ എന്ന് പറയും. തഫക്കുർ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹ് പറയുന്നുണ്ട്, നിങ്ങളെന്താ ചിന്തിക്കാത്ത? തഫക്കുർ എന്ന ചിന്താണ്. തഫക്കറൂൻ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട്. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഖുർആനിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആകാശത്തെ, ഭൂമിയെ, കാറ്റിനെ, കടലിനെ, നക്ഷത്രങ്ങളെ, ചന്ദ്രനെ, സൂര്യനെ, രാത്രിയെ, പകലിനെ, അതുപോലെ തന്നെ എട്ടുകാലിയെ, ഒട്ടകത്തെ, ഇങ്ങനെ നമ്മളുടെ ചുറ്റിലും കാണുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹ് ഇങ്ങനെ വിശദീകരിച്ച് തരുന്നുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം എന്ന് പറയാം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, അതുപോലെ പകലും രാവും മാറി മാറി വരുന്നതിൽ, അതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങൾ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ ഈ പഠനം എന്നുള്ളത് ഖുർആനോട് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ സ്കൂളിൽ സയൻസ് പഠിക്കുന്നുണ്ടാവും, ജോഗ്രഫി പഠിക്കുന്നുണ്ടാവും, ഹിസ്റ്ററി പഠിക്കുന്നുണ്ടാവും, പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടാവും. അതിനെന്ത് ചെയ്യാം? ഖുർആനായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ നോക്കുക. അപ്പോൾ മഴ പെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ ഖുർആനിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മഴ പെയ്യുന്നതിനെക്കുറിച്ച്, മഴ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സും പ്രൊസീജിയറൊക്കെ സയൻസ് പഠിപ്പിക്കും. പക്ഷേ ഖുർആനിൽ അതുമായി റിലേറ്റ് ചെയ്ത വേറെ കുറേ കാര്യങ്ങൾ പറയും. ഈ മഴവെള്ളം നിങ്ങൾക്ക് തരുന്നത് ആരാണ്? ആ മഴവെള്ളം ഉപ്പ് രസമുള്ള വെള്ളമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കാരണം നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ട്, കടലിൽ നിന്നാണ് വെള്ളം നീരാവിയായി അതിങ്ങനെ മഴമേഘങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ കടലിലെ വെള്ളത്തിൻ്റെ രുചി എന്താ? ഉപ്പ് രുചിയാണ് അല്ലേ? അപ്പോൾ കടൽ വെള്ളമാണ് നമുക്ക് മഴയായിട്ട് തിരിച്ചു കിട്ടുന്നത്. പക്ഷെ മഴ പെയ്യുമ്പോൾ അതിന് ഉപ്പ് രസമല്ല. അപ്പോൾ അള്ളാഹ് പറയാണ്, ഈ ഉപ്പ് രസം അതിൽ നിന്ന് എങ്ങനെയാണ് പോയത്? ഇതാരാ തന്നത്? അതുപോലെ അള്ളാഹ് പറയാണ്, ഈ വെള്ളം നിങ്ങൾക്ക് നൽകിയത് അത് നിങ്ങൾക്ക് കുടിക്കാനുള്ളത് മാത്രമല്ല, ദാഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം എന്നും ഖുർആൻ പറയാം. അപ്പോൾ നമ്മൾ സയൻസിൽ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതിനെ ഖുർആനുമായിട്ട് കൂടി റിലേറ്റ് ചെയ്തിട്ട് വായിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നിനെക്കുറിച്ചും ചിന്തിക്കുക. അപ്പോൾ നക്ഷത്രങ്ങളുള്ള ആകാശം കാണുമ്പോൾ നമ്മൾ അത്ഭുതത്തോടു കൂടി ഇതെത്ര വലുതാണ്. കാരണം നമുക്കറിയാമല്ലോ, അപ്പോൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണിൽ കാണുന്നത് ചെറുതാണെങ്കിലും അതിനൊക്കെ വലിയ വലുപ്പങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ സൂര്യൻ
സൂര്യനെ നമ്മൾ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ സൂര്യനെ കാണാൻ പറ്റും. പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ സൂര്യനൊരു ചെറുതാണെന്ന് തോന്നും അല്ലേ? നമ്മൾ ഭൂമിയിനേക്കാൾ ചെറുതാ. പക്ഷേ അങ്ങനെയല്ലല്ലോ, നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പം. ഒരുപാട് ഭൂമികൾ, നൂറുകണക്കിന് ഭൂമികൾ ഇങ്ങനെ ചേർത്ത് വെച്ചാലേ ഒരു സൂര്യൻ്റെ വലിപ്പമാവുള്ളൂ എന്നാണ്. അപ്പോൾ അത്രയും വലിപ്പം സൂര്യനുണ്ട്. ഇതേപോലെ സൂര്യനാണോ ഏറ്റവും വലിയ നക്ഷത്രം? അല്ലല്ലോ. സൂര്യനേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള കുറേ നക്ഷത്രങ്ങൾ എവിടെയുണ്ട്? ആകാശലോകത്തുണ്ട്. ഗാലക്സി നമ്മൾ കേൾക്കാം അല്ലേ? ഒരു ഗാലക്സിയിൽ, നമ്മളുടെ സൂര്യനും ചന്ദ്രനൊക്കെ ഉള്ള ഒരൊറ്റ ഗാലക്സിയിൽ അതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറേ നക്ഷത്ര ഗാലക്സികളുണ്ട് എന്നാണ്. അങ്ങനെ ഒരുപാട് ഗാലക്സികളുണ്ട്. അപ്പോൾ എത്ര വലിപ്പമുണ്ട് ഈ പ്രപഞ്ചം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴാണ് പടച്ചോൻ എത്ര വലിയ ആളാണ്, പടച്ചോൻ എത്ര കഴിവുള്ള ആളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. അതിനാണ് എന്ത് പറയുക, തഫക്കുർ എന്ന് പറയുക. അപ്പോൾ ഈ ചിന്ത, അങ്ങനെ ചിന്തിക്കുന്നത് ഖുർആനായിട്ടുള്ളൊരു കണക്ഷനാണ്. കാരണം ഖുർആനിൽ പറയുന്ന ആകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുക, രാത്രിയെക്കുറിച്ച് പറയുമ്പോൾ രാത്രിയെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഖുർആനായിട്ടുള്ളൊരു കണക്ഷനാണ്. അടുത്ത ഒരു സ്റ്റേജ് ഉണ്ട്, അത് തദബ്ബുർ എന്ന് പറയും. തദബ്ബുർ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിക ആയത്തുകളെക്കുറിച്ച് ഗവേഷണം നടത്തലാണ്. കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് 7-ാം നൂറ്റാണ്ടിൽ അവതരിച്ചതാണ്. അന്നത്തെ കാലത്തെ മനുഷ്യന്മാർക്ക് മാത്രമല്ല ഖുർആൻ അവതരിച്ചത്, ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക്. ഇത് 21-ാം നൂറ്റാണ്ടാണ് അല്ലേ? 21-ാം നൂറ്റാണ്ടിലും നമുക്ക് ഖുർആനിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടാണ്ട്. ഇനി 30-ാം നൂറ്റാണ്ടും 40-ാം നൂറ്റാണ്ടാവുമ്പോഴും ആ കാലത്ത് ജീവിക്കുന്ന ആളുകൾക്കും ഖുർആനിൽ നിന്ന് കുറേ കിട്ടാണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കലാണ് എന്ത് തദബ്ബുർ എന്ന് പറഞ്ഞാൽ. ഇത് പുതിയ കാലത്തെ കാര്യങ്ങളും മാറ്റങ്ങളും മനുഷ്യൻ്റെ വികാസങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് ഖുർആൻ വായിക്കുക. അതെല്ലാവർക്കും പറ്റുന്നൊരു പണിയല്ല. അത് ഖുർആനിൽ ആഴത്തിൽ അറിവും ഇസ്ലാമിനെക്കുറിച്ച് ആഴത്തിൽ വിജ്ഞാനമൊക്കെ ഉള്ള ആളുകൾ ചെയ്യേണ്ട ഒരു പണിയാണ് അത് തദബ്ബുർ. അത് പറഞ്ഞത് ഖുർആനായിട്ടുള്ള കണക്ഷൻ ഇങ്ങനെ കുറേ സ്റ്റെപ്പ് ഉണ്ട്. നമ്മളിങ്ങനെ ഖുർആൻ ഓതിയാൽ തീർന്നു എന്ന് വിചാരിക്കേണ്ടതല്ല. ഖിറാഅത്ത്, ഹിഫ്ള്, തിലാവത്ത്, തഫക്കുർ, തദബ്ബുർ, ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ ഖുർആനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വലുതാകുന്നതിനനുസരിച്ച് ഖുർആനായിട്ടുള്ള ബന്ധവും നമുക്കിങ്ങനെ വലുതായി വലുതായി വരണം. അങ്ങനെയാകുമ്പോൾ ഖുർആൻ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും വഴികാട്ടിയായിട്ടുണ്ടാകും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അള്ളാഹു അങ്ങനെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.